കുറുക്ക് കാളൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 400 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 200 ഗ്രാം ചേനയും ഒരു ഏത്തക്കയും കൂടെ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 10 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അരികു മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കുക. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ആദ്യം കുക്കറിൽ ചേനയുടെ കഷ്ണങ്ങൾ പകർന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കാം. ചേനയുടെ കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിലേക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 10 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ച് വേണം ചേർക്കാനായിട്ട്. മുളക് പൊടിയും പച്ചമുളകും കുരുമുളകും ഒക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ പുളിച്ച മോരാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ശകലം എരിവ് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഈ കൂട്ടൊന്ന് പൊങ്ങി വരാതിരിക്കാൻ ആ സ്പൂണ് കുക്കറിൻ്റെ അകത്ത് തന്നെ വെച്ച് 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 3 വിസിലിൽ ചേന വെന്തിട്ടില്ലെങ്കിൽ, ചില ചേനയ്ക്ക് വേവ് കൂടുതലാണ്, വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലും കൂടെ വേവിക്കുക. കഷ്ണം വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് ആ സ്പൂൺ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് 3-4 കഷ്ണങ്ങൾ നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ചേനയുടെ ഒരു കുറുക്കും കൂടെ വെള്ളത്തിൽ യോജിച്ച് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം വറ്റി വരുന്നത് വരെ തിളപ്പിക്കണം. അതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ലിറ്റർ വീട്ടിൽ തന്നെ ഉറച്ച പുളിച്ച തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ തൈര് ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് കൈവിടാതെ നമ്മൾ ഇളക്കി തിളപ്പിച്ചെടുക്കുക. ചേനയുടെ കൂട്ട് ശകലം ഒന്ന് ഉടച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കൊഴുപ്പും കൂടെ ഗ്രേവിക്ക് കിട്ടും. ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്നും കൂടെ അത് വെള്ളമായിട്ട് വരും. കൂട്ടൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തവി മാറ്റിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ശകലം വറ്റിച്ചെടുക്കാം. ഇപ്പം ഒരുപാട് പുളിച്ച മോര് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചേന ചേർക്കാതെ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് ഇതുപോലെ തന്നെ മോര് ഒഴിച്ച് നമുക്ക് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ആ കൂട്ട് ഫ്രിഡ്ജിൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിന് തേങ്ങ അരച്ച് ചേർത്ത് നമുക്ക് കാളനുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പം അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങയിൽ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഈ കൂട്ട് കാളനിലേക്ക് ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഈ അയവ് മതിയെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ച് തേങ്ങയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അവസാനത്തെ താളിപ്പ് ചേർക്കാം. ഇപ്പം ശകല അയവോട് കൂടിയുള്ള കാളനാണ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചിട്ട് നമുക്ക് അവസാനത്തെ താളിപ്പ് ചേർക്കാം. അപ്പോൾ ശകലം ഗ്രേവിയോട് കൂടെയുള്ള കാളൻ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇന്ന് കുറുക്ക് കാളനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതേ കൂട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം വറ്റിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ താഴെ അടിയിൽ ചേനയുടെ കഷ്ണങ്ങൾ പിടിച്ച് കരിഞ്ഞു പോവും. അപ്പം ഏകദേശം കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർക്കുക. ഉലുവാപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം താളിപ്പ് ചേർക്കാനായിട്ട്. താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ കടുക്, ഒരു 4 ചുമന്ന മുളക്, 3-4 തണ്ട് കരിവേപ്പില, മണത്തിനായിട്ട് ഒരു നുള്ളു കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കരിവേപ്പില താളിപ്പിലാണ് ചേർത്തിരിക്കുന്നത്. അതിലുള്ള വെള്ളമയം മാറിക്കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. താളിപ്പ് ചേർത്ത് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. ഇപ്പം നല്ലോണം അത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് തവിയിലെടുത്ത് ഇടുകയാണെങ്കിൽ അതൊക്കെ പാളിയായിട്ട് വീഴുന്നത് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. കുറുക്ക് കാളൻ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 1 മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. കാളൻ്റെ കൂടെ നമുക്ക് ഓലൻ്റെ കൂടെ ചോറിൽ നമുക്ക് വിളമ്പുകയും ചെയ്യാം. സദ്യക്ക് പ്രധാന ഒരു വിഭവമാണ് കാളൻ. ഇപ്പോൾ ഇത് അല്ലാതെ
കൂടുതൽ കാലം നമുക്ക് ഇതുപോലെ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ചെറിയ ബോക്സുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് എടുക്കുകയും ചെയ്യാം.